ഒന്നാം തീയതി ഫൗസ്റ്റീനയുടെ നിത്യവൃത്ത വാഗ്ദാന ദിവസം കൂടി മറ്റനേകം അസ്ഥികളും ക്രിസ്തുവിനെ സ്വീകരിക്കാറുണ്ട്. ദേവാലയം ആളുകൾ കൊണ്ട് നിറഞ്ഞു. എല്ലാവരുടെയും വീടുകളിൽ നിന്ന് അനേകം പേർ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ ഫൗസ്റ്റീനയുടെ വീട്ടിൽ നിന്ന് മാത്രം ആരും എത്തിച്ചേർന്നിട്ടില്ല. കാരണം സാമ്പത്തിക ക്ലേശം മൂലം വാഹന ചെലവിന് അവരുടെ പക്കൽ പണമുണ്ടായിരുന്നില്ല. അതിന് ഫൗസ്റ്റീന ഈശോയോട് നന്ദി പറഞ്ഞു. മറ്റുള്ളവരൊക്കെ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ച് സൽക്കരിച്ചും കഴിഞ്ഞപ്പോൾ മുഴുവൻ സമയം ഈശോയോടൊപ്പമായിരിക്കാൻ അവിടെ നമുക്ക് അവസരമൊരുക്കിയല്ലോ. ദൈവം വരുവാനുള്ള ആശ്രയിച്ചുള്ളവർ ആത്മാവിന് അവസരമൊരുക്കുന്നത് ദാരിദ്ര്യം തന്നെയാണ്. ഈ ലോകവും അതിന്റെ സൗന്ദര്യം പ്രതാപവുമല്ല അസ്തമിക്കുമെന്നും അനശ്വരമായ നിത്യമോക്തമാണ് ആത്മാവിന്റെ ശാശ്വതമായ ആനന്ദമെന്നും ദാരിദ്ര്യം നമ്മെ പഠിപ്പിക്കുന്നു. ദാരിദ്ര്യം പരിശീലിക്കാൻ ഈ നോക്കുകാലം നമ്മെ സഹായിക്കട്ടെ.